ഹായ്. ഹൈ സ്റ്റാൻഡേർഡിലെ എല്ലാ ചുടക്കുട്ടികൾക്കും നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് മാത്സിൻ്റെ നിങ്ങളുടെ ക്ലാസ്സിൻ്റെ അതായത് ഹൈ സ്റ്റാൻഡേർഡിലെ മാത്സിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് ഇന്ന് ഞാനിവിടെ പഠിപ്പിക്കാൻ പോകുന്നത് നിങ്ങളുടെ സെക്കൻഡ് പാർട്ടിൽ 2 ടെസ്റ്റ് ഉണ്ടല്ലോ അല്ലേ? അതിൽ നിങ്ങൾക്ക് സെക്കൻഡ് പാർട്ടിലെ രണ്ടാമത്തെ ടെസ്റ്റിലെ ഫസ്റ്റ് ചാപ്റ്ററായിട്ടുള്ള ഐഡൻറ്റിറ്റീസാണ്. ഈ ഐഡൻറ്റിറ്റീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ പ്രധാനമാണ്. ഇനി അടുത്ത 9th സ്റ്റാൻഡേർഡിൽ പോകുമ്പോഴും അതുപോലെ 10th പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഐഡൻറ്റിറ്റീസ് പഠിക്കാതെ നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ ഒരു മാർഗ്ഗവുമില്ല. അതുകൊണ്ട് നന്നായിട്ട് ഇത് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഐഡൻറ്റിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക. ഇനി അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്, നമ്മുടെ ഈ എപ്പിസോഡ് കണ്ടതിന് ശേഷം, ഈ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് അത് ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ, നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അത് പറയുക, ഇങ്ങനെ ക്ലാസ് നടക്കുന്നുണ്ട്, നിങ്ങൾ ഈ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് അവരോടും പറയുക. നിങ്ങളും എന്ത് ചെയ്യണം, അതിന് മുമ്പായിട്ട് നിങ്ങളും അതിനെ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ശരി. നോക്കാം ഐഡൻറ്റിറ്റീസ് എന്താണ് നോക്കാം. ഫസ്റ്റ് ഞാൻ പഠിപ്പിക്കുന്ന ഐഡൻറ്റിറ്റി a+b ദ ഹോൾ സ്ക്വയർ ആണ്. എന്താ വായിക്കേണ്ടത്? a+b ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു a+b ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് a+bയെ 2 പ്രാവശ്യം എഴുതി മൾട്ടിപ്ലൈ ചെയ്യാവുന്നതാണ്. അതായത് a+b ഇൻറ്റു എന്താണ് a+b. മനസ്സിലായല്ലോ? നമുക്കിത് ഏതൊക്കെ രീതിയിൽ നമുക്കിതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. ആദ്യം എയെ നമുക്ക് എ കൊണ്ട് നോക്കാം. അപ്പോൾ എന്തിട്ട് a ഇൻറ്റു a എന്താണ് a സ്ക്വയർ ആണല്ലോ. a ഇൻറ്റു a എന്താണ് a സ്ക്വയർ. ഈ രണ്ടാമത് എ കൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ ടേമായിട്ടുള്ള ബിയെ മൾട്ടിപ്ലൈ ചെയ്യാം. എ ഇൻറ്റു ബി എന്താണ്? എ ഇൻറ്റു പ്ലസ് ബി എന്താണ്? പ്ലസ് എ ബി. സൈന് പറഞ്ഞു വേണം ചെയ്യാം. ഇനി അടുത്ത ബി ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു എ എന്താണ്? അതും പ്ലസ് ബി എന്ന് പറയേണ്ട, എ ബി എന്ന് പറഞ്ഞു. ഇനി പ്ലസ് ബി ഇൻറ്റു പ്ലസ് ബി എന്താണ്? ബി സ്ക്വയർ. എന്താണ്? പ്ലസ് ബി ഇൻറ്റു ബി എന്താണ്? പ്ലസ് ബി സ്ക്വയർ. അതായത് എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ. ഇത് നമുക്ക് കുറച്ചുകൂടെ എന്ത് ചെയ്യാം, ഷോർട്ട് ചെയ്യാം. എങ്ങനെയാണ്? എ സ്ക്വയർ പ്ലസ് 1ab പ്ലസ് 1ab എന്താണ്? 2ab പ്ലസ് എന്താണ്? ബി സ്ക്വയർ. കണ്ടല്ലോ? അപ്പോൾ എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ ഇതിൽ ഇനി അടുത്ത് പറയുന്നത് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു, ഇതുപോലെ തന്നെയാണ്. എന്താണ്? എ മൈനസ് ബി ഇൻറ്റു എന്താണ്? എ മൈനസ് ബി. നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കുന്നത്, 6 സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 6 ഇൻറ്റു 6 ആണ് അല്ലേ? 6 ഇൻറ്റു 6 എന്താണ്? 36 എന്ന് പറയുമ്പോഴാണ് a+b ദ ഹോൾ സ്ക്വയർ. അതിനെ 2 പ്രാവശ്യം എഴുതി മൾട്ടിപ്ലൈ അല്ലേ? അപ്പോൾ അതിൻ്റെ ആൻസർ ഏതാണ്? a+2ab പ്ലസ് ബി സ്ക്വയർ. ഇനി a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നതും a മൈനസ് ബി ഇൻറ്റു എ മൈനസ് ബി ഈ ചെയ്തതുപോലെ തന്നെയാണ്. എ ഇൻറ്റു എ എന്താണ്? എ സ്ക്വയർ. എ ഇൻറ്റു മൈനസ് ബി എന്താണ്? മൈനസ് എ ബി. മൈനസ് ബി ഇൻറ്റു എ എന്താണ്? മൈനസ് എ ബി. മൈനസ് ബി ഇൻറ്റു മൈനസ് ബി അപ്പോൾ എന്താവും? പ്ലസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് 1ab മൈനസ് 1ab എന്നാണ്. മൈനസ് എ ബി ഒരേ സൈഡ് ഒന്ന് ആഡ് ചെയ്യും അല്ലേ? മൈനസ് 2ab പ്ലസ് എന്താണ്? ബി സ്ക്വയർ. അതായത് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് പഠിച്ചു വയ്ക്കുക. അതുപോലെ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് പഠിച്ചു വയ്ക്കുക. ഇങ്ങനെയൊന്നും നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യാനൊന്നും പോകണ്ട, ഇത് പഠിച്ചു വയ്ക്കേണ്ട. ഇത് എങ്ങനെ കിട്ടിയെന്നാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇത് ബാക്കിയാണ്, ഒന്നുകൂടെ പറഞ്ഞുതരാം. നിങ്ങൾ ഇത്രയും മാത്രം എഴുതുക. എന്താണ്? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് പഠിച്ചു വയ്ക്കുക. ഇതിനടുത്ത് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് പഠിച്ചു വയ്ക്കുക. ഇതിനടുത്ത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി. ഇതിനെ നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയാവോ? ആദ്യം എയുടെ എ സ്ക്വയറിൻ്റെ റൂട്ട് എടുക്കുക. എന്താണ്? എ. ഇനി അടുത്ത് പ്ലസ് ആണ്. ഇനി ബി സ്ക്വയറിൻ്റെ റൂട്ട് എന്താണ്? ബി ഇൻറ്റു എന്താണ്? എ മൈനസ് ബി. അതായത് എ പ്ലസ് ബി എ മൈനസ് ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യപ്പെടാണ് കിട്ടുന്നത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ കിട്ടുന്നത്. ശരിയാണോ? നമുക്ക് നോക്കാം.
എ ഇൻറ്റു എ ഇതാണ് എ സ്ക്വയർ. എ ഇൻറ്റു മൈനസ് ബി ഇതാണ് മൈനസ് എ ബി. പ്ലസ് ബി ഇൻറ്റു എ ഇതാണ് പ്ലസ് എ ബി. പ്ലസ് ബി ഇൻറ്റു മൈനസ് ബി എന്താണ് മൈനസ് ബി സ്ക്വയർ അല്ലേ. എ ഇൻറ്റു എ എന്താണ് എ സ്ക്വയർ. എ ഇൻറ്റു മൈനസ് ബി എന്താണ് മൈനസ് എ ബി. പ്ലസ് ബി ഇൻറ്റു എ എന്താണ് പ്ലസ് എ ബി. പ്ലസ് ബി ഇൻറ്റു മൈനസ് ബി എന്താണ് മൈനസ് ബി സ്ക്വയർ ഈസിക്കൽ ടു എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് എ ബി അല്ലേ. ഡിഫറൻറ്റ് സൈനുകളാണ് എ ബി അല്ലേ. ഒന്ന് പ്ലസ് എന്താണ് ഒന്ന് മൈനസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യും അതിൻ്റെ ഡിഫറൻസ് ആണ്. അപ്പോൾ എന്നിട്ട് ഇവിടെ 0. ഇനി എന്ത് മാത്രമേ ഉള്ളൂ മൈനസ് ബി സ്ക്വയർ. അതാണ് നമുക്ക് എന്ത് കിട്ടിയ ആൻസർ. ഈ പറഞ്ഞ എന്താണ് എ പ്ലസ് ബി എ മൈനസ് ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു അതിൻ്റെ പ്രോഡക്റ്റാണ് ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചു വെക്കേണ്ടത് ഇങ്ങനെ പഠിച്ചു വെക്കേണ്ട കാര്യമില്ല. എന്താണ് പഠിച്ചു വെക്കേണ്ടത് ഇത്രയും മാത്രം ശ്രദ്ധിക്കുക. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇസിക്കൽ ടു എ പ്ലസ് ബി ഇൻറ്റു എന്താണ് എ മൈനസ് ബി. ഇനി ഇത് നമ്മൾ എന്തിനാണ് ഇത് പഠിക്കുന്നത് എന്ന് നമ്മൾ നോക്കണം അല്ലേ. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ 3 ഐഡൻറ്റിറ്റി ഇപ്പോൾ പഠിച്ചിട്ടുള്ളത്. ഐഡൻറ്റിറ്റീസ് നോക്കാം. ബാക്കിയാണ് ഇവിടെ 105 സ്ക്വയർ എന്ന് പറയും. ഇതാണ് 105 സ്ക്വയർ. ഇതാണ് 105 സ്ക്വയർ. ഈ 105 സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്യണം. 100 പ്ലസ് 5 ആണ് 105 അല്ലേ. 100 പ്ലസ് 5 ദ ഹോൾ സ്ക്വയർ കണ്ടല്ലോ. 100 പ്ലസ് 5 ദ ഹോൾ സ്ക്വയർ ആണ്. ഇതിനെ നമ്മളിപ്പോൾ നേരത്തെ പഠിച്ച ഐഡൻറ്റിറ്റിയുടെ നമുക്കൊരു സിമിലാരിറ്റിയിൽ എന്താണ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന നിലയിൽ വായിക്കേണ്ടത്. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ നമ്മൾ നേരത്തെ പഠിച്ചു. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഇസിക്കൽ ടു എ സ്ക്വയർ പ്ലസ് എന്താണ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് പഠിച്ചു. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. 105 സ്ക്വയർ ഇസിക്കൽ ടു 100 പ്ലസ് 5 ദ ഹോൾ സ്ക്വയർ. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഇസിക്കൽ ടു ഇത് എ ഇതെന്താണ് ബി. എക്ക് വരെ നമുക്ക് എന്ത് പറയാം 100. ബിക്ക് വരെ എന്താ പറയേണ്ടത് 5. അപ്പോൾ ആദ്യം എ സ്ക്വയർ വരെ എന്ത് പറയും 100 സ്ക്വയർ കണ്ടല്ലോ അല്ലേ. എക്ക് വരെ നമുക്ക് എന്ത് പറയാം 100 സ്ക്വയർ. ഇനി അടുത്ത സൈഡ് ഏതാണ് പ്ലസ് 2 ഇൻറ്റു എ ഇൻറ്റു ബി. ആ 2 അതുപോലെ തന്നെ ഇടണം. ഇതിനെ എ എന്നും നമുക്ക് ഇതിനെ ബി എന്നും പറയാം. എ ഇൻറ്റു ബി അപ്പോൾ 100 ഇൻറ്റു 5 കണ്ടല്ലോ. അപ്പോൾ എ സ്ക്വയർ എക്ക് വരെ കൊടുത്തു 100 കൊടുത്തു 100 സ്ക്വയർ പ്ലസ് 2ab 2 ഇൻറ്റു എ ഇൻറ്റു ബി 2 ഇൻറ്റു 100 ഇൻറ്റു 5 പ്ലസ് പിന്നെന്താണ് ബി സ്ക്വയർ. ബി സ്ക്വയറിലെ ബിക്ക് വരുന്നത് കൊടുക്കുക 5 സ്ക്വയർ. ഇത്രയും കാര്യം മനസ്സിലായല്ലോ. വളരെ ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾ നിസ്സാരമായിട്ട് കാണരുത്. വളരെ സീരിയസ് ആയിട്ട് എടുക്കുക. ശ്രദ്ധിക്കേണ്ടത് 105 സ്ക്വയർ എന്ന് പറയുന്നതാണ്. ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. സ്പ്ലിറ്റ് ചെയ്തപ്പോൾ എന്ത് കിട്ടി 100 പ്ലസ് 5 ദ ഹോൾ സ്ക്വയർ കൊടുത്തു. അതിനെ നമുക്ക് ആദ്യം പഠിച്ച ഐഡൻറ്റിറ്റി ഇതാണ്. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഇസിക്കൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. അതിന് പറയാൻ എന്താ പറയേണ്ടത് എ പ്ലസ് ബി ദ 100 പ്ലസ് 5 ദ ഹോൾ സ്ക്വയർ ഇസിക്കൽ ടു 100 സ്ക്വയർ പ്ലസ് 2ab. അതിന് പറയാം 2 ഇൻറ്റു 100 ഇൻറ്റു 5 2 ഇൻറ്റു 100 ഇൻറ്റു 5 പ്ലസ് ബി സ്ക്വയർ എന്താണ് 5 സ്ക്വയർ. ഇനി നമുക്ക് ഇതിൻ്റെ ആൻസർ പിടിച്ചാൽ മതി. 100 സ്ക്വയർ 100 ഇൻറ്റു 100 അപ്പോൾ 1 സ്ക്വയർ എത്ര 1. 100 ഇപ്പോൾ 2 0 എന്നാൽ എത്ര 0 എടുക്കുക 4 0. അതാണ് എളുപ്പവഴി. ഇനി 2 ഇൻറ്റു 100 എന്താണ് 200. 200 ഇൻറ്റു 5 എന്താണ് 1000 പ്ലസ് 5 സ്ക്വയർ. 5 സ്ക്വയർ എന്താണ് 5 ഇൻറ്റു 5. 5 ഇൻറ്റു 5 എന്താണ് 5 ഇൻറ്റു 5 10 എന്ന് പറഞ്ഞു കളയരുത്. 5 ഇൻറ്റു 5 എന്താണ് 25. ഇനി ചെയ്യേണ്ടത് ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ പോരെ. 10,000 പ്ലസ് 1000 പ്ലസ് എന്താണ് 25 അല്ലേ. ഏതൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത് 10,000 പ്ലസ് എന്താണ് 1000 പ്ലസ് എന്താണ് 25 5 2 0 1 1. അപ്പോൾ എന്താ കിട്ടുന്നു 11,000 എത്ര 25 ആണ് ഇവിടുത്തെ ആൻസർ. മനസ്സിലായല്ലോ. ഇനി ഈ കിട്ടിയ ആൻസർ ശരിയാണോ നമുക്ക് ചെക്ക് ചെയ്യാം. മനസ്സിലായല്ലോ. നമ്മൾ ചെയ്യേണ്ടത് 105 സ്ക്വയർ അല്ലേ ഇസിക്കൽ ടു 100 പ്ലസ് 5 ഹോൾ സ്ക്വയർ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. എന്നിട്ട് ഈ ഐഡൻറ്റിറ്റി ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു എന്താണ് 5 ദ സ്ക്വയർ യൂസിങ് എന്താണ് ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ആ ഐഡൻറ്റിറ്റി ഉപയോഗിച്ചാണ് നമുക്ക് അതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 105ൻ്റെ സ്ക്വയർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു 100 പ്ലസ് 5 ഹോൾ സ്ക്വയർ എന്ന് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു ഇതിനെ എ എന്നും ഇതിനെ ബി എന്നും പറഞ്ഞ് നമ്മൾ അങ്ങനെ കൺസിഡർ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുന്നു എ സ്ക്വയർ എന്ന് പറയുന്നത് 100 സ്ക്വയർ പ്ലസ് 2ab അല്ലേ 2 ഇൻറ്റു 100 ഇൻറ്റു 5. അപ്പോൾ എന്താണ് അതെഴുതി പ്ലസ് ബി സ്ക്വയർ. ബി സ്ക്വയറിന് ഒരു കൊടുത്തു 5 സ്ക്വയർ. ഇനി അടുത്ത് 100 ഇൻറ്റു 100 അപ്പോൾ എന്താണ് 10,000 പ്ലസ് 2 ഇൻറ്റു 100 ഇൻറ്റു 5 അപ്പോൾ എത്ര 1000 പ്ലസ് 5 സ്ക്വയർ എന്നാൽ 25.
എല്ലാം കൂടെ ആഡ് ചെയ്ത് അതിൻ്റെ സം കണ്ടുപിടിച്ചു. എത്രയാണ്? 11,025. ഈ കിട്ടിയ ആൻസർ ശരിയാണോ നിങ്ങൾ ചെക്ക് ചെയ്യണം. 105നെ എന്ത് ചെയ്യുക? 105 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ? ഇതിൻ്റെ ആൻസറിലേക്ക് കണ്ടുപിടിച്ചത് 5 അല്ലേ? 25 2 5 0 0 0 പിന്നെ അതാണ് 1 0 5 2 10 1 1 അല്ലേ? ആൻസർ കിട്ടിയില്ലേ നമുക്ക്? ഉണ്ടല്ലോ. 11,025 ആണ് നമുക്ക് കിട്ടിയ ആൻസർ. ഇനി അടുത്ത ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം. (97² എന്താണ്? 97². 97² എന്ന് പറയുമ്പോൾ അതിനെ റൗണ്ട് ചെയ്യുമ്പോഴേ ഏതിനോട് അടുത്ത നമ്പറാണ് 97 എന്ന് പറയുന്നത്? 100ന് അടുത്ത നമ്പറാണ് അല്ലേ? 100. പക്ഷേ 100ന് എത്ര കുറവുണ്ട്? 3 അല്ലേ? -3. ശരിയല്ലേ? 97 എന്ന് പറയുന്നത് 100 - 3 അല്ലേ? എന്നിട്ട് സ്ക്വയർ കൊടുക്കുക. പക്ഷേ ഒരു ബ്രാക്കറ്റ് കൂടെ ഇങ്ങനെ കൊടുത്തുകൊള്ളുക. ഉണ്ടല്ലോ. നമ്മൾ ആദ്യം പഠിച്ച ഐഡൻറ്റിറ്റി എന്താണ്? a + b the whole square. a + b the whole square is equal to a square + 2ab + b square. രണ്ടാമത് പഠിച്ച ഐഡൻറ്റിറ്റി a - b the whole square is equal to a square - 2ab + b square. അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഇതാണ് a - b the whole square is equal to a square - 2ab + b square. ഇതാണ് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ a - b the whole square ആദ്യം എന്താണ്? a square. a എത്ര? 100 സ്ക്വയർ. അടുത്ത സൈൻ ഏതാ? -2ab 2 × a × b അല്ലേ? ഇങ്ങനെ പഠിച്ചാൽ മതി. 2 × a × b 2 × 100 × 3. അടുത്ത സൈൻ ഏതാ? പ്ലസ്. ഇതിനുള്ള സൈനെ ഇടാവും. പ്ലസ് ബിയുടെ സ്ക്വയർ. ബി എവിടെ? ഏതാ? 3 സ്ക്വയർ. അപ്പോൾ 100 സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്? 10,000 മൈനസ് 2 × 100 200 200 × 3 എന്താണ്? 600 പ്ലസ് 3 സ്ക്വയർ എത്ര? 9. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് 10,000 ഇത് ആദ്യം 600 മൈനസ് ചെയ്യണം അല്ലേ? -600 0 0 4 9. ഇനി അടുത്ത് അതിനോട് എത്ര ആഡ് ചെയ്യുക? +9 9 0 4 9. അപ്പോൾ ഇവിടുത്തെ ആൻസർ എത്ര? 9,409 ആണ് ഇവിടുത്തെ ആൻസർ. ഉണ്ടല്ലോ. നമുക്ക് ഈ കിട്ടിയ ആൻസർ ശരിയാണെന്ന് ചെക്ക് ചെയ്യാം. എന്ത് ചെയ്താൽ മതി? 97 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ? 97 ഇൻറ്റു എന്താണ്? 97 കിട്ടിയ ആൻസർ 9409 കണ്ടോ? അപ്പോൾ കിട്ടിയ ആൻസർ ശരിയാണോ നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെ ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചു തരുന്നത് a + b the whole square പഠിച്ചു. അടുത്ത നമ്മൾ ഏതാ പഠിച്ചത്? a - b the whole square. അതാണ് ഈ ചെയ്തിരിക്കുന്നത്. എന്താണ്? 9409 എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി അടുത്ത് പഠിക്കുന്നത് a square - b square. അതെങ്ങനെ കിട്ടി നോക്കാം. a square - b square. a square - b square is equal to a + b ഇൻറ്റു എന്താണ്? a - b. ഇതിന് പകരം ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിനെ തിരിച്ചിട്ട് പഠിപ്പിക്കാം. എന്താണ്? a + b ഇൻറ്റു a - b is equal to എന്താണ്? a square - b square. ഇങ്ങനെ നമുക്ക് ആൻസർ കിട്ടണം. തിരിച്ചാണ് പറയേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 102 × 98 എന്താണ്? 108 × 98 102 × 98 അല്ലേ? 109 × എന്താണ്? 98 102നെ 98 കൊണ്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം ആദ്യം അല്ലേ? 2നെ 98 കൊണ്ട് അല്ലേ? 1 8 ഓക്കെ. അപ്പോൾ നമുക്ക് കിട്ടേണ്ട ആൻസർ ഇതാണ്. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് കിട്ടേണ്ടത്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 102 ആണ് അല്ലേ? 102 ആണ്. ഈ 102നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. എന്താണ്? 100 + 2 അല്ലേ? 100 + 2 ആണ് ഇത്. 102 ഇൻറ്റു ബ്രാക്കറ്റ് കൊടുത്ത് ഇൻറ്റു 98 എന്ന് പറയുന്നതാണ് 100 - 2 ആണ്.
ശരിയല്ലേ? അല്ലേ 102 ഇൻറ്റു ഈ ബ്രാക്കറ്റ് ഇങ്ങനെ ഇടുന്നതിനാണ് മൾട്ടിപ്ലിക്കേഷനാണ് കേട്ടോ. അതിൻ്റെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. 102 ഇൻറ്റു 98. അപ്പോൾ 98 ആയി 100 മൈനസ് 2 ആണ്. അപ്പോൾ 100 പ്ലസ് 2 എന്ന് പറയുന്നത് 102, 100 മൈനസ് 2 എന്ന് പറയുന്നത് 92. അപ്പോൾ അല്ലേ 102നെ 98 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ അത് കിട്ടിയ ആൻസർ 9996. ഇതാണ് നമുക്കിവിടെ കിട്ടേണ്ട ആൻസർ. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി കേട്ടോ. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഇങ്ങനെ വായിക്കുക കേട്ടോ. എക്ക് വരെ 100, ബിക്ക് വരെ എന്താണ് 2. രണ്ടിലും അങ്ങനെയല്ലേ? എക്ക് വരെ 100, ബിക്ക് വരെ 2, രണ്ടും ഒരുപോലെ ഇരിക്കണം. എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വേറെ ഒന്നും വേണ്ട. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് ചെയ്യുമ്പോൾ ഈ ആൻസർ നമുക്ക് കിട്ടും. എ സ്ക്വയർ എക്ക് വരുന്നത് കൊടുക്കുക 100 സ്ക്വയർ മൈനസ് എന്താണ് ബിക്ക് വരുന്നത് കൊടുക്കേണ്ടത് 2 സ്ക്വയർ അല്ലേ. 100 സ്ക്വയർ എന്താണ് 10,000 മൈനസ് 2 സ്ക്വയർ എത്ര 4. നമ്മളെന്താ ചെയ്യേണ്ടത്? 10,000 നിന്ന് നമ്മൾ ഏത് മൈനസ് ചെയ്യണം? 4 മൈനസ് ചെയ്യാം. 4 എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് തെറ്റി. എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് ലാസ്റ്റ് 0 എന്താണ് 10 ആവും അല്ലേ. ലാസ്റ്റ് 0 10, ബാക്കിയുള്ള 0 എല്ലാം എന്തായിരിക്കും 9 ആയിരിക്കും. അപ്പോൾ 10 നിന്ന് 4 മൈനസ് ചെയ്യുമ്പോൾ 6. ഇതെന്താ 9, ഇതെന്താ 9, ഇതെന്താ 9 കണ്ടോ. 9996 ഉണ്ടല്ലോ. വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അവിടുന്ന് ബോറോ ചെയ്ത് ഇവിടുന്ന് ബോറോ ചെയ്ത് അങ്ങനെ ചാടി പോകേണ്ട കാര്യമില്ല. എപ്പോഴും ചെയ്യേണ്ടത് ലാസ്റ്റ് 0 10, ബാക്കിയുള്ള എല്ലാ 0 എന്തായിരിക്കും 9 ആയിരിക്കും. അപ്പോൾ 10 നിന്ന് 4 മൈനസ് ചെയ്യുമ്പോൾ 6 കിട്ടും. 999 നമുക്ക് കിട്ടിയില്ല ആൻസർ 9000 അല്ലേ 9996. 9996 ഇതാണ് എൻ്റെ ആൻസർ. ഇനി നമ്മൾ അടുത്ത എപ്പിസോഡിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഞാൻ കുറച്ച് ഹോംവർക്ക് പോലെ കുറച്ച് ക്വസ്റ്റ്യൻ ഇട്ട് തരികയാണ്. നിങ്ങളത് വീട്ടിൽ ഇരുന്ന് സ്വന്തമായിട്ട് ചെയ്ത് അതിൻ്റെ ആൻസർ ചെയ്ത് നോക്കണം. അപ്പോൾ ആദ്യമായിട്ട് നോക്കേണ്ടത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്നുള്ള ഐഡൻറ്റിറ്റി. രണ്ടാമത് ചെയ്ത് നോക്കേണ്ടത് എന്താണ്? എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്നുള്ള ഐഡൻറ്റിറ്റി. മൂന്നാമത് ചെയ്ത് നോക്കേണ്ടത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ കേട്ടല്ലോ. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഈ ആൻസർ ഇങ്ങനെ കണ്ടുപിടിക്കാം. നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അപ്പോൾ ബാക്കിയാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇതൊക്കെ ഹോംവർക്കാണ് തരുന്നത് കേട്ടോ. ഹോംവർക്ക് വീട്ടിൽ ചെയ്യാം. ഹോംവർക്കാണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 1. നമുക്ക് എന്ത് നോക്കാം? ഒരു 25 ഇടാം അല്ലേ. 25 സ്ക്വയർ. ഈ 25 സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്? 25 സ്ക്വയർ എന്ന് പറയുന്നത് 20 + 5 ആണ്. അതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യേണ്ടത്? 20 + 5 കേട്ടോ. ഞാൻ ഇവിടെ എഴുതിയിട്ടിരിക്കുകയാണ് 20 + 5 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാം? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ ഒന്ന് പറഞ്ഞു തരാണ്, ശ്രദ്ധിച്ചോണം. എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ അല്ലേ. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആക്കിയതിന്. അപ്പോൾ 20 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 2 ഇങ്ങനെ ഇത് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ തെറ്റില്ല. എ സ്ക്വയർ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ 20 സ്ക്വയർ പ്ലസ് 2ab 2 ഇൻറ്റു 20 ഇൻറ്റു 5 പ്ലസ് ബി സ്ക്വയർ. ബി എന്താണ്? 5 സ്ക്വയർ. മനസ്സിലായല്ലോ. എന്നിട്ട് ബാക്കി അപ്പോൾ പിന്നെ കണ്ടുപിടിക്കാറുണ്ട്. അത് ചെയ്യാം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതുപോലത്തെ തന്നെയാണ്. 101 സ്ക്വയർ അല്ലേ. അപ്പോൾ അതെന്താ ചെയ്യേണ്ടത്? 100 + 1 ദ ഹോൾ സ്ക്വയർ അല്ലേ. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ എന്താണ് 100 സ്ക്വയർ പ്ലസ് പിന്നെ എന്താണ് 2 ഇൻറ്റു 100 ഇൻറ്റു 1 2ab 2 ഇൻറ്റു 100 ഇൻറ്റു 1 പ്ലസ് എന്താണ് ബി സ്ക്വയർ. ബി സ്ക്വയർ എത്ര? 1 സ്ക്വയർ. 1 സ്ക്വയർ എത്ര? 2 ആണോ 3 ആണോ 4 ആണോ? 1 സ്ക്വയർ എത്രയാണ്? 1 സ്ക്വയർ 2 ആണോ 3 ആണോ 4 ആണോ? 1 1 ഇൻറ്റു 1 ആണ് 1. അതുകൊണ്ട് 1 സ്ക്വയർ 2 എന്ന് എഴുതി കളയരുത്. എന്താ ആൻസർ? 1 ഇൻറ്റു 1 എന്താണ്? 1. അപ്പോൾ അതങ്ങനെ ചെയ്യാം. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇനി അപ്പോൾ നമ്മൾ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്നുള്ള ഐഡൻറ്റിറ്റിയാണ്, അതിൻ്റെ എക്സ്പെൻഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി അടുത്ത് കണ്ടുപിടിക്കേണ്ടതാണ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം? 99 ഇടാം അല്ലേ. 99 സ്ക്വയർ. അപ്പോൾ 99 സ്ക്വയർ എന്ന് പറയുമ്പോൾ അതിനെ റൗണ്ട് ചെയ്ത് വരുമ്പോൾ എന്ത് വരും? 100. അതാണ് 100 - 1. എന്താ ഇവിടെ വരേണ്ടത്? 100 - 1 ദ ഹോൾ സ്ക്വയർ അല്ലേ. അപ്പോൾ എന്താ പറയുക? എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താ? എ സ്ക്വയർ അല്ലേ. അല്ലേ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ് ഐഡൻറ്റിറ്റി? എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ 100 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 100 ഇൻറ്റു 1 പ്ലസ് ബി സ്ക്വയർ. ബി എത്ര? 1 സ്ക്വയർ. മനസ്സിലായി. ഇനി അടുത്ത ഫോർത്ത് ക്വസ്റ്റ്യൻ. 1002 സ്ക്വയർ അല്ലേ. അയ്യോ വേണം. 998 സ്ക്വയർ ആണ്. എന്താണ്? 998 സ്ക്വയർ. അപ്പം 998 സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനെ റൗണ്ട് ചെയ്യുമ്പോൾ എന്തായിട്ട് വരും? 1000 അല്ലേ.
998 അല്ലേ 998 സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ് 1000 മൈനസ് 2 ആണ് ആണല്ലോ. എന്താണ് 1000 മൈനസ് 2, 1000 മൈനസ് 2 സ്ക്വയർ ആണ് കേട്ടോ. അപ്പോൾ എളുപ്പമല്ലേ? 1000 മൈനസ് 2 അല്ലേ 998 സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ് 1000 മൈനസ് എന്താണ് 2 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ എന്താ പറയേണ്ടത്? എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നുള്ള ഐഡൻറ്റിറ്റിയാണ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്നുള്ള ഐഡൻറ്റിറ്റിയാണ്. അപ്പോൾ 1000 സ്ക്വയർ മൈനസ് 2ab 2 ഇൻറ്റു 1000 ഇൻറ്റു 2 പ്ലസ് എന്താണ് ബി സ്ക്വയർ എന്താണ് 2 സ്ക്വയർ കണ്ടുപിടിക്കുക. ഇതിലെ 5ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ അടുത്ത് പഠിച്ചു. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറയുന്നതാണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ ചെയ്യേണ്ടത്? 21 ഇൻറ്റു 90 എന്നാണ്. അപ്പോൾ 21 ഇൻറ്റു 19 എന്ന് പറയുമ്പോഴത്തേക്ക് 21 എന്ന് പറയുന്നതാണ് 20 പ്ലസ് 1. 21 എന്താണ് 20 പ്ലസ് 1. 19 എന്ന് പറയുന്നത് എന്താണ് 20 മൈനസ് 1. മനസ്സിലായി? അപ്പോൾ ഇവിടെ എന്താ വരേണ്ടത്? 20 പ്ലസ് 1 ഇൻറ്റു എന്താ 20 മൈനസ് 1. സിമ്പിളാണ്. എ പ്ലസ് ബി ടു എ മൈനസ് ബി എന്താണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇവിടെ എക്ക് വരുന്നത് കൊടുക്കുക 20 സ്ക്വയർ മൈനസ് എന്താണ് 1 സ്ക്വയർ. പെട്ടെന്ന് ഇത് എഴുതിയിടാം, കോപ്പി അടിച്ച് കളയരുത്. 20 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ. 20 സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ് 400 അല്ലേ. 400 മൈനസ് 1 സ്ക്വയർ എന്താണ് 1. അപ്പോൾ 399 അതാണ് ആൻസർ. മനസ്സിലായോ? ഹോംവർക്കാണ്, അതുകൊണ്ട് ചെയ്ത് പഠിക്കുക. ഞാൻ അത് മാച്ച് കളയണം. ഓക്കെ, നിങ്ങൾ ചെയ്ത് പഠിക്കുക കേട്ടോ. ഇതാണ് എളുപ്പം. 21 ഇൻറ്റു 90. ഇനി അടുത്ത് 6 അല്ലേ 6th ക്വസ്റ്റ്യൻ. 6th ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം? 198 ഇൻറ്റു 200 വേണം. 202 ഇൻറ്റു 198. മനസ്സിലായി? 202 ഇൻറ്റു 198. അപ്പോൾ 202 എന്ന് പറയുമ്പോൾ എന്താണ് 200-നേക്കാൾ കൂടുതൽ അല്ലേ. അപ്പോൾ 200 പ്ലസ് 2 അല്ലേ. അപ്പോൾ അതിനെങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 200 അല്ലേ. 200 പ്ലസ് 2 ഇൻറ്റു സ്വാഭാവികമായിട്ട് അപ്പുറത്ത് എന്തായിരിക്കണം? ഇവിടെ എന്താണ് 202 ആണെങ്കിൽ അപ്പുറത്ത് എന്താ വരേണ്ടത്? 200 മൈനസ് 2. ശരിയല്ലേ? 198 എന്ന് പറയുന്നതാണ് 200 മൈനസ് 2 ആണ്. മൈനസ് 2 അല്ലേ. അപ്പോൾ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി സിക്കൽ ടു 200 സ്ക്വയർ മൈനസ് എന്താണ് 2 സ്ക്വയർ. എന്താ പറയേണ്ടത് അവിടെ? 200 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ ഫിസിക്കൽ. അപ്പോൾ അത്ര ആൻസർ 440. ഇത് എളുപ്പമാണ്. 2ൻ്റെ സ്ക്വയർ എടുക്കുക 4. 2 0 വന്നാൽ എത്ര കൊടുക്കുക? 4 0 കൊടുക്കുക. 1 0 വന്നാൽ 2 0 കൊടുക്കുക. 4 0 വന്നാൽ 8 0 കൊടുക്കുക. 5 0 വന്നാൽ 10 0 കൊടുക്കുക. 50 0 വന്നാൽ എത്ര 0 കൊടുക്കുക? 0 ഇഷ്ടമുള്ളവരെല്ലാം എന്ത് ചെയ്യുക? 50 0 വന്നാൽ എത്ര 0 കൊടുക്കുക? 100 0 കൊടുക്കുക. അപ്പോൾ 2 സ്ക്വയർ എന്നാണ് 4. അപ്പോൾ ഇത് മൈനസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആൻസർ കിട്ടും. കോപ്പി അടിക്കേണ്ട, അതുകൊണ്ട് ഞാൻ മാച്ച് കളഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻ ഹോംവർക്ക് 6 ക്വസ്റ്റ്യൻ ഹോംവർക്ക് തന്നിട്ടുണ്ട്. ഈ 6 ക്വസ്റ്റ്യൻ മനോഹരമായിട്ട് വീട്ടിലിരുന്ന് ഒരു സംശയമില്ലാതെ ആദ്യം പഠിപ്പിച്ചൊക്കെ നോക്കിയിട്ട് ചെയ്യുക. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടും. അപ്പോൾ അടുത്ത എപ്പിസോഡ് നമ്മൾ കാണുന്നവരെ നിങ്ങൾക്കൊരു ബൈ. ഓക്കെ, താങ്ക് യു.